പിന്നെ ഔദ്യോഗികമായിട്ട് ഇറ്റലിയെ എടുത്ത് പൗരത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ രാജ്യവും അല്ലെങ്കിൽ അവർ ഔദ്യോഗികം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇല്ലെന്ന്. പക്ഷെ അവർക്ക് ഇറ്റാലിയൻ പൗരത്വം ഉണ്ട്. ഇറ്റലി ഔദ്യോഗികമായിട്ട് ഈ പറയുന്ന സോണിയാഗാന്ധിയുടെ പൗരത്വം അംഗീകരിച്ച ഇവിടുത്തെ പൗരത്വം ഇല്ലാതായി പോകും. അതുകൊണ്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. ബ്രിട്ടീഷ് പൗരത്വം ഈ രാഹുലിനുണ്ടല്ലോ. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ചോദിച്ചാൽ അവരെ ഔദ്യോഗികമായിട്ട് ചോദിച്ചു. അതുകൊണ്ട് പലവട്ടം കോടതിയിൽ ഇതിന്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കുമ്പോഴും കേന്ദ്ര ഗവൺമെന്റും മറ്റവരും മറിച്ചവരും ഒരു നിൽക്കുന്ന. കാരണം നമ്മൾ ഔദ്യോഗികമായിട്ട് ആ രാജ്യത്തിന് ചോദിച്ചാൽ അവരുടെ പൗരത്വം അവർ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇവരെ കൊണ്ട് പല കാര്യങ്ങൾ, അതായത് ഇന്ത്യക്കകത്ത് പല കാര്യങ്ങളും നേടുന്നതിനും അല്ലെങ്കിൽ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് ഇടപെടുന്നതിനും ഒരു ചാരന്റെ പണിയല്ലേ രീതിയിൽ ഇവരെ നിർത്തിയേക്കും. അത് ഇന്ത്യയുടെ അല്ലല്ലോ താല്പര്യം. അതുകൊണ്ടാണല്ലോ പല കാര്യവും ഈ പറയുന്ന ഇന്ത്യക്കെതിരായിട്ട് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനം തകരാറാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷൻ തകരാറാണ്, ഇവിടെ സ്വാതന്ത്ര്യമില്ല, എല്ലാ രീതിയിലും മോശമാക്കുന്ന ഒരു പ്രതിപക്ഷം ദ്രോഹിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മോശമാക്കിക്കൊണ്ടിരിക്കുന്നില്ല. അപ്പൊ ആ രീതിയിൽ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ഇന്ത്യക്കകത്ത് നമ്മൾ ഈ ആക്രമണം അല്ലെങ്കിൽ യുദ്ധം എന്നൊക്കെ പറഞ്ഞ രാജ്യത്തെ നശിപ്പിക്കുന്നതിന് ഇന്ത്യക്കകത്ത് തന്നെ ആളിനെ കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ, അത് പ്രതിപക്ഷ നേതാവാകുമ്പോൾ, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രബല നേതൃത്വമൊക്കെ ആകുമ്പോൾ അവർക്ക് ഈസി അല്ലേ ഇത്. ഇപ്പം നമ്മൾക്ക് ഇയാൾക്ക് തലയ്ക്ക് നല്ല സുഖമില്ലാത്തവനായതുകൊണ്ട് വളരെ പെട്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. കാരണം ഒതുക്കത്തിൽ കൊണ്ടുപോകാൻ അറിയത്തില്ല. കെജ്രിവാളിന്റെ ഒക്കെ കൂട്ട് ഇയാൾ ഉള്ള കാര്യം വിളിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ ഇച്ചി ഓട്ടിസം ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ വിളിച്ചു പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ അങ്ങനെയല്ലായിരുന്നു. ഇവിടുത്തെ എല്ലാ നിയമം ബാധകമല്ല, അല്ലെങ്കിൽ നിയമം അവർക്കില്ല. എല്ലാത്തിനെയും തച്ചുടച്ച്, അല്ലെങ്കിൽ എല്ലാത്തിനും നിയമത്തിനും ഭരണഘടനയ്ക്കും ഒക്കെ അതീതമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇതിനെല്ലാം വിധേയപ്പെട്ട് പോകേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ഷൻ കൃത്യമായിട്ട് നടക്കുമ്പോൾ, ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാൻ പറ്റാത്തപ്പോൾ ഇതൊക്കെ പണ്ടത്തെ പോലെ ആകണം എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്